Dear students, welcome to a new class on circle measures. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്, ഏരിയ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. വി ഹാവ് ഡിറൈവ്ഡ് ഇറ്റ്സ് ഫോർമുല. അപ്പോൾ നമുക്ക് പരിചയപ്പെട്ടൊരു നമ്പറാണ് പൈ. ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ പൈ എന്ന് പറയുന്ന നമ്പറിനെ കൊണ്ടുവരികയാണ്. വാട്ട് ഈസ് പൈ? നിങ്ങളോട് പൈ എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? വാട്ട് ഈസ് പൈ? ഓക്കെ, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. സി ഹിയർ ഐ ഹാവ് ഡ്രോൺ എ സർക്കിൾ. If the radius of the circle is r, then we know the perimeter is 2 pi r. ഓക്കെ, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത റിസൾട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 2 pi r. നമ്മൾ 2-3 ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് ഇതുപോലെ പെരിമീറ്റർ 2 pi r എന്ന ഫോർമുലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2r, ഈ 2r റൈറ്റ് സൈഡിലുള്ള 2rനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പെരിമീറ്റർ ബൈ 2r എന്നുണ്ടാവും. ദറ്റ്സ് ഈക്വൽ ടു പൈ. ഓക്കെ, പെരിമീറ്റർ ബൈ 2r വിൽ ബി പൈ എന്ന് പറയുമ്പോൾ ഏത് സർക്കിളിൻ്റെ പെരിമീറ്ററിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. ദറ്റ് ഈസ് പൈ. We have found in the last class the approximate value of pi is 3.1417 like that. That decimal part number neither terminates nor recurs. It is an irrational number. A new number it is. We call it irrational number. ഇപ്പോൾ how many diameters are there in the perimeter? ഒരു സർക്കിളിൻ്റെ പെരിമീറ്ററിൽ എത്ര ഡയമീറ്റർ പോകും, എത്ര ഡയമീറ്റർ ഉണ്ട്? ഇത്രയും ലെങ്ത്തിനെ നമ്മൾ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പോയിന്റ് സംതിങ് ഉണ്ട് എന്നർത്ഥം. 3 ടൈംസ് സംതിങ് ടൈംസ് ഡയമീറ്റർ എക്സിസ്റ്റ് ഇൻ പെരിമീറ്റർ എന്നർത്ഥം. പെരിമീറ്ററും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ ആണ് പൈ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുക. ഓക്കെ, വാട്ട് ഈസ് പൈ? പൈ ഈസ് എ നമ്പർ which is obtained or which can be explained as it is the ratio of perimeter and diameter. പെരിമീറ്ററും ഡയമീറ്റർ ഓഫ് എ സർക്കിൾ തമ്മിലുള്ള റേഷ്യോനാണ് പൈ എന്ന് പറയുക. ഇറ്റ്സ് അപ്രോക്സിമേറ്റ് വാല്യൂ വിൽ ബി 3.14 like that. For 2 decimal places it is 3.14. Now I think that you have understood what is pi. പൈ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് പെരിമീറ്റർ ആൻഡ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ഏത് സർക്കിളിൻ്റെ പെരിമീറ്ററിന് ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ പെരിമീറ്ററും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോനാണ് പൈ എന്ന് പറയുക. ഇനി നമ്മൾ ഒരു ആർക്ക്, ഒരു പീസ് ഓഫ് എ സർക്കിളിൻ്റെ ലെങ്ത്ത് കാണാൻ പോകാം. ആൻ ആർക്ക് ലെങ്ത്ത്. ഒരു സർക്കിളിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ, ഇത്രയും സർക്കിളിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ടെൽ ഇറ്റ് ഈസ് ആൻ ആർക്ക്. ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടെത്താനുള്ള ഫോർമുലയാണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത്. സി ഹിയർ ഐ ഹാവ് ഡ്രോൺ എ സർക്കിൾ. ഒരു സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പീസ്, ഒരു ചെറിയൊരു പീസ് ഞാൻ എടുക്കുകയാണ്. ഞാൻ ആദ്യം ഒരു റേഡിയസിനെ ഇവിടെ മാർക്ക് ചെയ്യണം. ഒരു റേഡിയസ്. ഈ റേഡിയസിൻ്റെ എൻഡിൽ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ദർ ഹിയർ if I make it every 1 degree, ഈ ലൈനുമായിട്ട്, ഈ റേഡിയസുമായിട്ട് ഇവിടെ 1 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു റേഡിയസ് കൂടി ഞാൻ വരയ്ക്കുക. അതായത് ഈ ആംഗിൾ ഒരു 1 ഡിഗ്രി ആണെന്ന് സപ്പോസ് ചെയ്യാം. 1 ഡിഗ്രി അല്ലാതെ ശരിക്കും ജസ്റ്റ് സപ്പോസ് ഇറ്റ് ഈസ് 1 ഡിഗ്രി. ഇറ്റ് ഈസ് 1 ഡിഗ്രി. ജസ്റ്റ് സപ്പോസ് ഇറ്റ് ഈസ് 1 ഡിഗ്രി. ഇതൊരു 1 ഡിഗ്രി ആണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെ ഓരോ ഡിഗ്രിയിൽ ഞാനിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഹൗ മെനി ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദാറ്റ്. ഇവിടുന്ന് ഇത് 1 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ വി നോ ടോട്ടൽ ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360. ഇപ്പോൾ 1 ഡിഗ്രിയിലാണ് ഈ വരച്ചതെങ്കിൽ ഇനി 1 ഡിഗ്രിയിൽ വീണ്ടും ഒരു ലൈൻ വരക്കാം, പിന്നെ 1 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കാം. അങ്ങനെ ഐ ക്യാൻ ഡ്രോ 360 സച്ച് ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ലെങ്ത്, 1 ലെങ്ത്, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 pi r. പെരിമീറ്റർ 2 pi r ആണെന്ന് നമുക്കറിയാം. പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ഈക്വൽ ടു 2 pi r. ഇത്രയും ലെങ്ത് 2 pi r ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഈ 360 പീസസ് ചേർന്നതാണ്. ഇഫ് അറ്റ് എവരി 1 ഡിഗ്രി ഇഫ് യു മേക്ക് റേഡിയൈ ലൈക്ക് ദാറ്റ് ദർ വിൽ ബി 360 സച്ച് പീസസ്. ദെർഫോർ 1 സച്ച് പീസ് വിൽ ഗെറ്റ്. ഈ 1 ഡിഗ്രി മാർക്ക് ചെയ്തതുകൊണ്ട് ഉണ്ടായ ഇത്ര ലെങ്ത് ഒന്നും അവിടെ കാണിക്കാനുണ്ടാവില്ല. ഞാനത് വലുതായി കാണിച്ചു എന്നല്ലോ. ഈ 1 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു 10 ഡിഗ്രി ഒക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്.
ഒരു 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് വെരി മൈന്യൂട്ട്, അത് വളരെ ചെറുതായിട്ടായിരിക്കും. ഇതിൽപ്പെട്ട ഒന്നിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2πr-നെ 360 പീസാക്കിയതിൽ 360 പീസുകളുള്ളതിൽ 1 പീസ് ആണ് ഇതിൽപ്പെട്ട ഒന്നിൻ്റെ ലെങ്ത്. ഐ തിങ്ക് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 2 ഡിഗ്രി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡിഗ്രി ആയപ്പോഴാണ് 2πr-ന്റെ 360-ൽ 1 പാർട്ട്. ഇഫ് ഐ മേക്ക് ദർ 2 ഡിഗ്രി ഹൗ മച്ച് വിൽ ബി ദിസ് ലെങ്ത് ദെൻ? അത് എന്തായിരിക്കും? അപ്പോൾ ഞാൻ സെൻറ്ററിൽ 1 ഡിഗ്രിയും കൂടി എടുത്തെന്ന് സപ്പോസ് ചെയ്യാം. അതായത് ഇത് 1 ഡിഗ്രി, ഇതൊരു 1 ഡിഗ്രി, അപ്പോൾ ടോട്ടൽ 2 ഡിഗ്രി ആണെന്ന് സപ്പോസ് ചെയ്യാം. 2 ഡിഗ്രി ആണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? ഈ ലെങ്ത് 1 ഡിഗ്രിക്ക് പകരം 1 ഡിഗ്രിയും കൂടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2πr-ന്റെ 2/360 എന്നായിരിക്കും ലെങ്ത്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 2πr ടോട്ടൽ ലെങ്ത് ആണ്. 2πr ഇഫ് ദ റേഡിയസ് ഈസ് ആർ, ദിസ് മച്ച് ലെങ്ത് ഈസ് 2πr. അതിനെ 360 പീസാക്കിയതിൽ 2 അതായിരിക്കും ഈ ലെങ്ത്. അപ്പോൾ ഇവിടെ 3 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 2πr × 3/360 ആയിരിക്കും. 4 ഡിഗ്രി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2πr × 4/360. My question, if I make there an x degree angle, what will be this much length? എന്തായിരിക്കും? നമുക്ക് എഴുതാം. ഒന്നുകൂടി പറയാം. ഇത്ര ലെങ്ത്തിനെ, റേഡിയസിനെ ആർന്ന് സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് 2πr ആണ്. അപ്പോൾ ഓരോ ഡിഗ്രിയിലും നമ്മൾ ഇതേപോലെ റേഡിയസ് വരച്ചാൽ ഇതിൽപ്പെട്ട ഒരു പീസ്, ഇങ്ങനെ 1 ഡിഗ്രി ഉണ്ടാക്കുന്ന ഒരു പീസ് ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 360 പീസ് ഇതിലുണ്ടാവും. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr-ന്റെ 1/360 ആണ്. 2 പീസ് എടുത്താൽ അവിടെ ഡിഗ്രി 2 ആയിരിക്കും. അതിൽപ്പെട്ട 2 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 2 ഡിഗ്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2/360. 3 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ 3 എണ്ണമാണ്. therefore 2πr × 3/360. 4 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 4/360. 5 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 5/360. 10 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 10/360 ആയിരിക്കും ഇവിടെ. 15 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 15/360 ആയിരിക്കും. 25 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 25/360. ജനറലി എക്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ എക്സ് ഡിഗ്രിയുള്ള ഒരു പീസ് എടുക്കാമെന്ന് വിചാരിച്ചോളൂ. ഇത്ര ലെങ്ത് ഒരു ആർക്ക് എടുത്തു. അതിൻ്റെ സെൻറ്ററിലുള്ള ആംഗിൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എക്സ് ഡിഗ്രി ആണെന്ന് സപ്പോസ് ചെയ്യുക. ആ എക്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ദിസ് മച്ച് ലെങ്ത് വിൽ ബി 2πr × x/360. ഇതാണ് നമ്മുടെ ഫോർമുല. അത് നമുക്ക് നേരത്തെ വെക്കാം. അപ്പം ഒരു ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 1 ഡിഗ്രി ഉണ്ടാക്കുമ്പോൾ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 1 ഡിഗ്രി ആണ് പറയാം. ഇവിടെ 2 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത്ര ലെങ്ത്തിൻ്റെ സെൻട്രൽ ആംഗിൾ 2 ഡിഗ്രി ആണ് പറയാം. അപ്പോൾ എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആർക്കിൻ്റെ എൻഡ് പോയിന്റ് സെൻട്രലിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. നമുക്ക് ആദ്യം ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താണെന്ന് പറയാം. എന്താണ് ആർക്ക്? ആർക്ക് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് എ സർക്കിൾ. അതൊന്നും എഴുതണില്ല. ആർക്ക് മീൻ എ പീസ് ഓഫ് എ സർക്കിൾ. സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. ഇതാണ് നമ്മുടെ പരിഗണനയിലുള്ള ആർക്ക് എന്ന് വിചാരിക്കുക. അതിൻ്റെ സെൻട്രൽ ആംഗിൾ, അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് അറ്റ് ദി സെൻറ്റർ. The end points when joined to the center of the circle, angle made in between the radii, that is the central angle of the arc. Central angle of an arc mean when the end points of an arc, or arc in the end points joined to the center, joined to the center, centerലേക്ക് join ചെയ്യിപ്പിച്ചാൽ the angle made to the center, the angle made at the center, we call it central angle of an arc or angle made by an arc at the center. ഈ ആർക്ക് അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ സെൻറ്ററിൽ കിട്ടുന്ന ആംഗിളിനെയാണ് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. അല്ലെങ്കിൽ ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക്, ഈ ആംഗിളിനെ ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് അറ്റ് ദി സെൻറ്റർ എന്ന് പറയും. അത് എക്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു സി ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 2πr എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ
പിരിമീറ്റർ ആണ്. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ 1 ഡിഗ്രി ആണെങ്കിൽ 1/360, 2 ഡിഗ്രി ആണെങ്കിൽ 2/360, 25 ഡിഗ്രി ആണെങ്കിൽ 25/360, 2πr 25/360, 60 ഡിഗ്രി ആണെങ്കിൽ 2πr 60/360. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് ഡിഗ്രി ആണെങ്കിൽ 2πr x/360 പാർട്ടായിരിക്കും ഈ ആർക്ക് ലെങ്ത്തിന് കിട്ടുക. Therefore, arc length is equal to 2πr into x/360. അല്ലെങ്കിൽ ആദ്യം x/360 പറഞ്ഞിട്ട് 2πr, x/360 into 2πr എങ്ങനെ പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു അങ്ങനെ പറയാം. Arc length is equal to x/360 into 2πr. This one is a very important result. You have to write these much things in your notebook. നമുക്ക് ആർക്ക് ലെങ്ത് ഇവിടെ ആർക്ക് ലെങ്ത് ഓഫ് ആർക്ക് ഒരു പേര് കൊടുക്കാം. ആർക്ക് ഈ ആർക്കിനെ ഇവിടെ ABC എന്ന് പേര് കൊടുക്കാം. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ ആർക്കാണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ 3 ലെറ്റേഴ്സ് കൊണ്ടാണ് ഒരു ആർക്കിനെ നമ്മൾ സൂചിപ്പിക്കുക. Therefore, ആർക്ക് ലെങ്ത് ഓഫ് ആർക്ക് ABC. ആർക്ക് ലെങ്ത് ഓഫ് ആർക്ക് ABC. ആർക്ക് ലെങ്ത് ഓഫ് ആർക്ക് ABC എന്ന് പറയണ്ട, ആർക്ക് ലെങ്ത് ഓഫ് ABC എന്ന് പറഞ്ഞാൽ മതി. ആർക്ക് ലെങ്ത് ഓഫ് ABC. ആർക്ക് ലെങ്ത് ഓഫ് ABC എന്നുള്ളത് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 2πr 360ൽ എക്സ് പാർട്ട്, ബിക്കോസ് എക്സ് ഡിഗ്രി ആംഗിൾ ഇസ് ദ. ഇനി എക്സ് ഡിഗ്രിക്ക് പകരം എക്സ് ഡബിൾ ഡിഗ്രി 2x ഡിഗ്രി എടുത്തു കഴിഞ്ഞാലോ ഈ ആർക്ക് ലെങ്ത്തും ഡബിൾ ആവും. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ആർക്ക് ലെങ്ത്ത് സെൻട്രൽ ആംഗിൾ വേരി ചെയ്യുന്ന അതേ റേറ്റിൽ ആർക്ക് ലെങ്ത്തും വേരി ചെയ്യും. അതായത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിന് പകരം ഇതേ സർക്കിളിൽ ഈ ആർക്കിൻ്റെ ഡബിൾ സെൻട്രൽ ആംഗിളുള്ള മറ്റൊരു ആർക്ക് ആണ് പരിഗണിച്ചതെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത്ത് ഡബിൾ ആവും. ഓക്കെ, ഈ ലെങ്ത്ത് ഡബിൾ ആവും. അപ്പോൾ എന്താ പറയേണ്ടത്? ആർക്ക് ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ ഡബിൾ mean central angle get doubled mean arc length is also get doubled. Therefore, you have to note down this equation. Arc length of ABC. Now, ABC means it is the name of an arc. It is usually denoted by 3 letters. Is equal to total 2πr is the perimeter. Is x/360 part will be there for this arc. It can be rewritten as x/360 into 2πr. Okay. You can draw such a figure and these much notes in your notebook. നമുക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന ഏതാനും പ്രോബ്ലംസ് ചെയ്യാം. See, read the first question. Find the length of the arc in a circle of radius 5 cm and with the central angle 120 degree. That means find the length of the arc in a circle of radius 5 cm. ഒരു സർക്കിളിൽ റേഡിയസ് 5 cm ആണ്. ആൻഡ് ദർ എക്സിസ്റ്റ് ആൻ ആർക്ക് വിത്ത് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. നമ്മളത് വരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഹിയർ ലെറ്റ് ദിസ് ബി ദി സർക്കിൾ വിത്ത് radius 5 cm and let this be the radius and it is at the central angle of this arc is 120 degree. ഇത് 5 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 cm and this angle it is at 120 degree. Central angle of the arc is 120 degree. And so we are asked to find out the length of this arc. ഈ ആർക്കിന്റെ ലെങ്ത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Therefore, arc length is equal to ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2πr total. It is the perimeter of this full circle. ഫുൾ സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ആണ്. അപ്പോൾ എത്ര ഉണ്ടാകുന്നുള്ള ഈ ലെങ്ത് എത്ര ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ 120 സെൻട്രൽ ആംഗിളിനനുസരിച്ചാണ് ഈ ലെങ്ത് ഉണ്ടാവുക. സെൻട്രൽ ആംഗിൾ എങ്ങനെ വേരി ചെയ്യുന്നോ അത്ര ഈ ലെങ്ത്തും വേരി ചെയ്തുകൊണ്ടിരിക്കും. Therefore, since there exists 120 degree, 120 is the 1/3 of this total angle. ഇവിടെ വരാനുള്ള 360ൻ്റെ 1/3 ആണിത്. അപ്പോൾ ഈ 2πrൻ്റെ 1/3 ആണ് ഇതിനുണ്ടാവുക. നമ്മൾ ആ ഫോർമുല പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? x/360 ഓഫ് 2πr. x/360 ഓഫ് 2πr. എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സെൻട്രൽ ആംഗിൾ. ഇറ്റ് ഈസ് ഗിവൺ 120 ഡിഗ്രി. 120/360. 120/360 എന്ന് പറയുന്നത് നമുക്ക് 1/3 ആണെന്ന് അറിയാം. 2πr. That's equal to 120/360 നമ്മൾ 1/3 എന്ന് എഴുതി ഇൻറ്റു 2π ഇൻറ്റു 5 എന്ന് എഴുതാം. ഓക്കെ, ദറ്റ്സ് ഈക്വൽ ടു 2π ഇൻറ്റു 5 ഇറ്റ് ഈസ് 10
pi by 3, that much centimeter is the length of this much arc. If in the question it is asked to write the last answer in decimal form, at that time we have to apply the value of pi as 3.14, then continue solving. ചെറുതാക്കുന്ന അവർ ഡെസിമലായിട്ട് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. Now let us have some textbook problems. See the first question. In a circle, the length of an arc of central angle 40 degree is 3 pi centimeters. What is the perimeter of the circle? What is its radius? നേരത്തെ പോലല്ല, നേരത്തെ ആർക്ക് ലെങ്ത് കാണാനായിരുന്നു പറഞ്ഞത്. ഇവിടെ ആർക്ക് ലെങ്ത് is given as 3 pi. Its central angle is 40 degree. What is the perimeter of the circle? തിരിച്ച് അങ്ങോട്ടേക്കുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെഡ് എ 40 ഡിഗ്രി ആർക്ക്, സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആയിട്ടുള്ള ഒരു ആർക്ക് ഉണ്ട്. ആൻഡ് ആർക്ക് വിത്ത് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ തൽക്കാലം 40 ഡിഗ്രി ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യാണ്. സി ലെറ്റ് ദിസ് ആംഗിൾ ബി 40 ഡിഗ്രി. അപ്പോൾ അവിടെ പറയുന്നത് ഇറ്റ് ഈസ് സെഡ് ഇറ്റ്സ് ലെങ്ത് ഈസ്, and in a circle the length of an arc of central angle 40 degree is 3 pi centimeter. That means we need to suppose this much length, this small piece has length 3 pi. അത് 3 pi ആണെന്ന് തന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെയുള്ള ഒരു ആർക്കിൻ്റെ ലെങ്ത് കാണാനായിരുന്നു പറഞ്ഞത്, ഇവിടെ അത് തന്നിട്ടുണ്ട്. നമ്മോട് കാണാൻ പറഞ്ഞത് വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, 40 ഡിഗ്രി എന്ന് പറയുന്നത് ഈ 360ൻ്റെ 1/9 ടൈം 1/9 പാർട്ടാണ്. അപ്പോൾ ടോട്ടൽ പെരിമീറ്ററിൻ്റെ 1/9 പാർട്ടാണ് 3 pi. ദെർഫോർ പെരിമീറ്റർ വിൽ ബി 9 ടൈംസ് ഓഫ് ദിസ് 3 pi. ആൻസർ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ 40/360 ഓഫ് 2 pi r ഈസ് 3 pi എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് ഫോർമുല. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഇവിടെ 40 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 40/360 ഓഫ് ദിസ് ഫുൾ പെരിമീറ്റർ ദറ്റ് ഈസ് 2 pi r വിൽ ബി ദിസ് 3 pi. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ 40യും 360യും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/9 എന്ന് കിട്ടും. 1/9 ഓഫ് 2 pi r ഈസ് ഈക്വൽ ടു 3 pi എന്ന് കിട്ടും. 1/9 ഓഫ് 2 pi r ഈസ് ഈക്വൽ ടു 3 pi. ദെർഫോർ 1/9 ഓഫ് 2 pi r ആണ് 3 pi എങ്കിൽ 2 pi r എന്ന് പറയുന്നത് 9 ടൈംസ് 3 pi. 9 ടൈംസ് 3 pi വിൽ ബി 27 pi. Okay, that means the perimeter of the circle will be 27 pi. What is the perimeter of the circle എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയി. വാട്ട് ഇസ് ഇറ്റ്സ് റേഡിയസ്? റേഡിയസ് കാണാൻ എന്ത് ചെയ്യണം? 2 pi r ആണ് 27 pi എങ്കിൽ what about 2r? 2r is equal to 27. How it is? ഈ പൈകൾ ക്യാൻസൽ ചെയ്താൽ മതി. 2 pi r is equal to 27 pi. On cancellation of pi, 2r is equal to 27. Therefore, r is equal to 27/2. 27/2 that is 13.5 എന്നോ അല്ലെങ്കിൽ അവിടെ നിർത്തിയാലും മതി. 13.5 centimeter. That is the radius of the circle. You can write this question and this explanation in your notebook. Now let us discuss the second question. Read the question. In a circle, the length of an arc of central angle 25 degree is 4 centimeters. As in the previous case, there also an arc length is given as 4 centimeter with the central angle 25 degree. An arc get length 4 centimeter when its central angle is 25 degree. In the same circle, what is the length of an arc of central angle 75 degree? അതേ സർക്കിളിൽ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി വന്നിട്ടുള്ള ഒരു ആർക്കിൻ്റെ ലെങ്ത് എന്താണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1.5 ടൈംസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് an arc of central angle 75 degree? ഇതേ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആയിട്ടുള്ള മറ്റൊരു സർക്കിൾ, അതിൻ്റെ റേഡിയസ് ഇതിൻ്റെ റേഡിയസിൻ്റെ 1.5 ടൈംസ് ആണെങ്കിൽ അപ്പോൾ ആർക്ക് ലെങ്ത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ഒരു ഫിഗർ വരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സി ലെറ്റ് this be the circle with the central angle. Here I have drawn a small arc with the central angle. Let us just suppose this central angle is 25 degree. If this small arc get a central angle 25 degree, at that time it is given this much length is 4 centimeter. When we draw in the same circle another arc with the central angle 75 degree, we can say 75 degree is 3 times of this 25 degree. That means now this total angle, this much angle is now, if this one is 25 degree and this much angle is 75 degree, mean ഇത് 75 ആണെന്ന് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ലെങ്ത്
4 സെൻറ്റിമീറ്റർ എന്നിവിടെ പറയുന്നുണ്ട്. 4 സെൻറ്റിമീറ്റർ. അപ്പോൾ central angle 25 when changed into 75 degree, central angle changed into 3 times. At that time the arc length also changes in the same way. Arc length is proportional to the central angle. Central angle made into 3 times, at that time arc length also made into 3 times. Therefore we can tell the first part of the question, that is arc length. Arc length, if central angle is 75 degree, central angle is 75 degree is equal to 75 degree എന്ന് പറഞ്ഞാൽ 3 times 25 ആണ്. അപ്പം 3 times 4 ആയി മാറണം. ദാറ്റ്സ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. 12 സെൻറ്റിമീറ്റർ ഈസ് ദി ലെങ്ത് ഓഫ് ദിസ് മച്ച് ആർക്ക്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആയി. In a circle of radius 1.5 times the radius of this circle, what is the length of an arc of the central angle 75 degree? ഈ സർക്കിളിന് പകരം ഇതിൻ്റെ 1.5 ടൈംസ് ഉള്ള റേഡിയസ് ഉള്ള മറ്റൊരു സർക്കിളാണ് വരച്ചത് എങ്കിൽ, ഇത് ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ 1.5 ടൈംസ് ഉള്ള മറ്റൊരു സർക്കിളാണ് വരച്ചത് എങ്കിൽ അതിൽ ഇതേപോലെ ഒരു 75 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ 75 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ആർക്ക് ലെങ്ത്, സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആയി വന്നിട്ടുള്ള ആർക്ക് ലെങ്ത് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടി വരിക? ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ, രണ്ട് സർക്കിളിൻ്റെ റേഡിയസുകൾ അല്ലെങ്കിൽ ഡയമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോയിലായിരിക്കും അതിൻ്റെ പെരിമീറ്റേഴ്സും. അപ്പോൾ ആർക്ക് ലെങ്ത്തും അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആർക്ക് ലെങ്ത് എന്തായിരിക്കും? ഇതിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും. ദെർഫോർ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ദെൻ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 ടൈംസ് ഓഫ് ദിസ് 12. 1.5 ടൈംസ് ഓഫ് ദി 12 മീൻ ഇറ്റ് ഈസ് 1 time 12 plus half time 12. 12 plus 6, that is 18 centimeter. You can write this question and these 2 steps as the answer for these 2 questions. How to done in your notebook. Now let us have one more question done. Here read the question. The picture shows the parts of a circle centered at each vertex of an equilateral triangle and passing through the other 2 vertices. What is the perimeter of this figure? We needed to find out the total boundary length of this figure. And all these arcs are such that they are parts of the circle. This much length is a part of the circle such that when we keep compass here, taking this much distance in compass as radius, when we rotate, we will get a circle along this way. And this one is only a piece of such a circle. And so, like that, this one is also made in the same way. At that time, the compass is kept here, taking this much distance as the radius. When we rotate, we will get a circle along this way. Its part is there. ഈ 3 പീസിൻ്റെ ലെങ്ത് ഈക്വൽ ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒന്നിൻ്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 3 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ we will get the perimeter of this figure. Therefore, perimeter of the figure, let us write here. See, perimeter of the figure will be, see, perimeter of the figure. Perimeter of the figure can be found like this. Is equal to 3 times 1 arc. 3 times 1 arc length എന്ന് കണ്ടാൽ മതി. 3 times 1 arc length കണ്ടാൽ we will get the perimeter. ഒരു ആർക്ക് ലെങ്ത്തിൻ്റെ 3 ടൈംസ് എടുത്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു, അതെങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാം. 3 ടൈംസ് വാട്ട് അബൌട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദിസ് ആർക്ക്? ഈ ആർക്കിൻ്റെ ലെങ്ത് എന്താ? ഓക്കെ, ദിസ് വൺ ഇതിൻ്റെ ലെങ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ ഉണ്ട്. ഒരു ഇങ്ങനെ നിൽക്കുന്ന ആ സർക്കിളിൻ്റെ ഒരു പീസ് മാത്രമാണ് ഇവിടെ എടുത്ത് ഈ ലെങ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടണം. വാട്ട് ഈസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് വൺ? Okay, this arc, it's a central angle. How can we find out? It is said this triangle is equilateral. Therefore, its all angles are equal. Each angle will be 60 degree. Therefore, this angle is 60 degree. And so, we can write 60 out of the full length, full angle 360. 360 എന്ന് പറയുന്ന full angle 60 എത്ര ഉണ്ടോ അത്ര പാർട്ടാണ് ഈ 2πr-ന് 2πr-ൻ്റെ അത്രയും പാർട്ടായിരിക്കും ഈ ആർക്ക് ലെങ്ത്തിന് കിട്ടുക. 60/360, ഇറ്റ് ഈസ് 1/6. 1/6 ഓഫ് ദി ഫുൾ സർക്കിൾ, ഫുൾ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ 2πr. ഹിയർ 2πr ക്യാൻ ബി റിട്ടൺ ആസ് 2π
What about radius? Radius, here it is said one side of the equilateral triangle is 4 centimeter, mean radius of that circle is also 4 centimeter. 2 pi into 4. That's equal to, what we can see here, 3 times 60 will be 180. That 180 into 2 will be 360. And so these whole numbers, 3 into 60, 180 into 2 will be 360, will get cancelled by this 360. There it is left pi and 4. That means 4 pi. That is the perimeter of this figure. I think that you have understood. And so it is time to stop the class. In the page 173 and 174, there lies 2 questions. You have to do that one, that 2 questions as homework. See the questions. Here, this one is the question. Third question from page 173. See the question. Then the question in the page 174. This one is the question from the page 174. Do these 2 questions as homework. Okay, let us conclude here. Thank you all.